ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻഫോ സ്റ്റിച്ചിങ്. ഞാൻ ഷഹീറ സമീർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റികളിലൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പ്ലാക്കറ്റ് എങ്ങനെ തയ്ച്ചെടുക്കാം എന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ നമ്മുടെ പ്ലാക്കറ്റ് തയ്ക്കാനായിട്ട് ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്ലാക്കറ്റ് പിടിപ്പിക്കാനുള്ള വേറെ 2 പീസും എടുത്തിട്ടുണ്ട്. നമ്മുടെ നൈറ്റിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെക്ക് പോർഷനൊക്കെ തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലാക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് നൈറ്റി തയ്ക്കുന്ന സമയത്ത് കാണിക്കുമ്പോൾ സെയിം കളർ തന്നെ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലവണ്ണം മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഡിഫറെൻറ്റ് കളറിലുള്ള 2 പീസ് എടുത്തിട്ട് ഒരു വേസ്റ്റ് ക്ലോത്തിൽ അത് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് തയ്ക്കാനുള്ള പ്ലാക്കറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ചസ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ നെക്കൊക്കെ തയ്ച്ചിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് വിചാരിച്ചോളൂ. നമ്മുടെ നൈറ്റി ആണെന്ന് സങ്കല്പിക്കുക ഈ ക്ലോത്തിന്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടാം. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഇത് നമ്മുടെ നെക്ക് പോർഷൻ ആണ്. ഈ നെക്ക് പോർഷനിൽ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് എന്ന് വെച്ചാൽ അത്രയും ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഓപ്പൺ വേണ്ട ലെങ്ത് ആണ് ഞാൻ പറയുന്നത്. അത് എനിക്കിവിടെ വേണ്ടത് ഒരു 6 ഇഞ്ചസ് ആണ്. അപ്പം ഞാൻ ഈ 6 ഇഞ്ചസ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ മുകളിൽ നിന്ന് താഴെ വരെ ഉണ്ട്. അപ്പം ഞാനിവിടെ ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 പീസ് വേസ്റ്റ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, വേറെ ഷെയ്ഡിൽ, അതെടുക്കാം. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 9 ഇഞ്ചസും ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചസും ആണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പ്ലാക്കറ്റ് എങ്ങനെ തയ്ച്ചു കൊടുക്കാമെന്ന് കാണാം. ഇതിൽ നിന്ന് ഞാൻ ആദ്യം ഒരു പീസ് എടുക്കുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് പോർഷനിൽ, നമ്മുടെ നൈറ്റിയുടെ ലെഫ്റ്റ് പോർഷനിൽ ചെറിയൊരു താഴെ വരുന്ന പ്ലാക്കറ്റ് വരും. ഇവിടെ മേളിലായിട്ടാണ് നമ്മളിങ്ങനെ തയ്ച്ചു വന്ന് താഴേക്ക് ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കൂലേ, അങ്ങനെയും വരുന്നത്. അപ്പം നമുക്ക് ആദ്യം തയ്ക്കേണ്ടത് നമ്മുടെ നൈറ്റി എടുത്തിട്ട് നമ്മുടെ ബോഡിനോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പാർട്ടാണ് നമുക്ക് ആദ്യം തയ്ച്ചു കൊടുക്കേണ്ടത്. അതായത് ഇവിടെ നമുക്ക് ആദ്യം ഒരു ഈ പിങ്ക് കളറിലുള്ള പീസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്തിട്ടിട്ട് ബാക്കിലേക്ക് നമുക്ക് ചെറുത് മതി. അപ്പം ഞാനിവിടെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഈ ക്ലോത്തിനെ ഞാനിവിടെ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ നൈറ്റിയുടെ നല്ല സൈഡ് ഉണ്ടല്ലോ, നല്ല സൈഡിലേക്ക് ഇവിടെ മോൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഈ കട്ടിങ് വന്നിട്ടില്ലേ, ആ ഭാഗം വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഫോൾഡിങ് സൈഡ് അല്ല, ഈ പിങ്ക് കളർ പീസിന്റെ ഫോൾഡിങ് സൈഡ് അല്ല, ഈ ഓപ്പൺ സൈഡാണ് ഞാൻ ഈ ക്ലോത്തിന്റെ ഈ ഓപ്പൺ സൈഡ് ഉണ്ട് ആ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മേൽഭാഗത്തായിട്ട് ഏറ്റവും മേൽഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ പുറമേക്ക് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ തയ്യൽ തുമ്പ് ഒന്നും പുറമേക്ക് കാണൂല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ പീസിൻ്റെ മേൽഭാഗം ഇതുപോലെ നമ്മുടെ പുറമേക്കാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇവിടെ സ്റ്റിച്ചിങ് നിരത്തുന്ന സമയത്തും കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പം ഞാനിതുപോലെ ഈ എൻഡ് വരെ നമ്മൾ ഓപ്പൺ ആക്കി എൻഡ് വരെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടാവും. അതങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ പീസ് ഉണ്ടല്ലോ, ഇത് ഉള്ളിലേക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരും.
അപ്പോൾ നമ്മുടെ ഉൾഭാഗത്ത് ഇതുപോലെ തന്നെ വരും. അവിടെ നമുക്ക് ഇങ്ങനെ തുണി അലന്ന് പോകുന്നില്ല. ഫോൾഡിങ് സൈഡായിരിക്കും ഉള്ളിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത ആ പീസ് നമുക്ക് മേളിൽ നിന്ന് ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുക്കാം. അതെടുത്തിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിലാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അവിടെയും ഇതുപോലെ എടുത്തിട്ട് മോൾ ഭാഗം ചെറുതായിട്ട് പുറമേക്കായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതുപോലെ മോൾ ഭാഗം ഫോൾഡ് ചെയ്ത് പുറമേക്ക് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്ലോത്തിലേക്ക് ഇതുപോലെ വെക്കുന്നുണ്ട്. നമ്മുടെ ഓപ്പൺ സൈഡിലേക്ക് ചേർത്താണ് വെക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുറമേക്കായിട്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഈ ഓപ്പൺ ചെയ്തിട്ടില്ലേ ഈ ഭാഗം, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് ആ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്ലോത്തിനെ ഇതുപോലെ ഉള്ളിലേക്കായിട്ട് നമ്മളിപ്പോൾ തയ്ച്ച് നിർത്തിയില്ലേ ആ സ്റ്റിച്ചിനോട് ചേർത്ത് നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ, നമ്മളത് സ്റ്റിച്ച് ചെയ്യാത്ത സൈഡ് പുറമേക്ക് ഇട്ടിരിക്കുന്ന ആ സൈഡ് ഇതുപോലെ തന്നെ മേൽഭാഗം ഫോൾഡ് ചെയ്ത് തന്നെ വെക്കണം. അത് നീങ്ങിപ്പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തോട് ചേർത്ത് ഇങ്ങനെ വെക്കാം. പോലെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, നമ്മൾ ആദ്യം ഇത് ഓപ്പൺ ആക്കി ഇട്ടു. അതിനുശേഷം ഈ സൈഡ് നമ്മൾ ആദ്യം തയ്ച്ച സൈഡിനോട് കൂടെ ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പുറമേക്ക് നീണ്ടു നിൽക്കണം. നമുക്ക് ഈ പീസ് ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ പിടിപ്പിച്ച അതിൻ്റെ പുറമേക്കായിട്ട് വന്ന് നമ്മൾ ഈ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത് നിൽക്കണം. ഇനി നമുക്ക് നമ്മുടെ മേലിൽ നിന്ന് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. താഴെ ഏറ്റവും താഴെ എത്തുന്നതിന് മുന്നേയിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയില്ലേ, ഓപ്പൺ ആക്കിയ സൈഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു ഹാഫ് അല്ലെങ്കിൽ 1 ഇഞ്ച് നമുക്ക് താഴേട്ട് പോയിട്ട് നമുക്ക് ഈ താഴ്ഭാഗം ഒന്ന് മടക്കി കൊടുക്കണം. അപ്പം നമുക്കിനി അത് കാണാം. നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് നീങ്ങിയിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ നീഡിൽ കുത്തി നിർത്തിയേക്കാണ്. അതിനുശേഷം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ ഇതിൻ്റെ താഴേക്ക് ഒന്ന് പിടിച്ചിട്ട് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിലെ പീസ് ഒട്ടും തന്നെ പുറമേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ താഴത്തെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണാം. ഇതുപോലെ ആദ്യം ഉള്ളിലേക്ക് നമ്മുടെ ക്ലോത്തിനെ മടക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊന്നും കാണാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, സെൻറ്റർ പോർഷൻ ഇതുപോലെ 2 സൈഡിലേക്കും മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പിലൂടെയാണ് നമ്മളിത് ഇപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ നീഡിൽ കുത്തി നിർത്തിയേക്കാണ്. അവിടെ നിന്ന് താഴേക്ക് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം. വീണ്ടും ഈ കോർണറിലേക്ക് വരണം. അതിനുശേഷം ഇതിലേക്കും പോകണം. അതിനുശേഷമാണ് നമ്മൾ മുകളിലേക്ക് അതേ സ്റ്റിച്ച് തന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഓപ്പൺ ആക്കിയിട്ടുള്ള ഭാഗമുണ്ടല്ലോ അതിന് ഏറ്റവും എൻഡ് ഉണ്ട്, അതിൻ്റെ ഏറ്റവും എൻഡിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ വെച്ച് നമ്മൾ കെട്ടിയിട്ടും കൊടുക്കണം. ഇനി നമുക്കത് കാണാം. നമ്മുടെ ക്ലോത്തിനെ ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. വീണ്ടും ക്ലോത്ത് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലാക്കറ്റിന് നമ്മൾ നേരെ വെച്ച് കൊടുക്കുക. നമ്മുടെ താഴെയുള്ള പോർഷൻ ഒട്ടും കാണാത്ത രീതിയിൽ നമ്മുടെ മേൽ പോർഷൻ ഇങ്ങനെ ചേർത്തിടാം. ചേർത്തിട്ടതിന് ശേഷം നമുക്കിനി മേളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം.
അപ്പോൾ നമ്മൾ നമ്മുടെ ഓപ്പൺ എവിടെ നിന്നാണ് തുടങ്ങണേന്ന് നോക്കണം. ആ ഭാഗത്തു നിന്ന് ജസ്റ്റ് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്ത് അവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെയാണ് ചെയ്യാനുള്ളത്. അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തില്ലേ ഇതുപോലെ ഷേപ്പിൽ, അതിന് തൊട്ട് മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. നമ്മുടെ പ്ലാക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാക്കറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചു, അതിന് ഈ വശത്ത് നമ്മൾ വീതിയുള്ള സൈഡും. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ കൊളുത്ത് വെച്ച് കൊടുക്കാം. കൊളുത്ത് വെച്ച് ഇതുപോലെ ഇങ്ങനെ പൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.